ഹായ്, ഞാൻ സിത്താരയാണ്. എൻ്റെ സ്ഥലം എറണാകുളം എടപ്പള്ളിയാണ്. ഞാനിപ്പോൾ ഹാൻഡ് മെയ്ഡ് ബീഡ് ജ്വല്ലറി ചെയ്യുക. ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണെങ്കിലും എനിക്ക് പാഷൻ ക്രാഫ്റ്റിനോട് ആയത് കാരണം ഞാനിപ്പോൾ ഹാൻഡ് മെയ്ഡ് ബീഡ് ജ്വല്ലറി ചെയ്യുക. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും എനിക്ക് ചെറുപ്പം തൊട്ട് ക്രാഫ്റ്റിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് സമയം ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യാന്നിങ്ങനെ ഓൺലൈനിലൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ക്രൊഷേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈപ്പ് നെക്ലസ്, ഒരു റോപ്പ് ടൈപ്പാണ് ക്രൊഷേ. അപ്പോൾ ഈ ടൈപ്പ് നെക്ലസ് ഉണ്ട്. പക്ഷെ ഇത് നമ്മളെ നാട്ടിൽ, നമ്മളെ ഇന്ത്യയിൽ ഇങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ നാട്ടിലുള്ളവർക്കും ഇതുപോലത്തെ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി എനിക്ക് കൊടുക്കാൻ പറ്റും എന്നായപ്പോൾ പിന്നെ ഞാൻ പല ടെക്നിക്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. പിന്നെ പല സ്ഥലത്തു നിന്ന് ബീഡ്സ് കളക്ട് ചെയ്തു. അങ്ങനെ കളക്ട് ചെയ്ത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഓഫ് ബീഡ്സും ഉണ്ട്. അതുപോലെ ഏതൊരു ഡിസൈനും ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസവും ഉണ്ട്. പിന്നെ ഞാൻ ഈ ബിസിനസ് ഇപ്പോൾ തുടങ്ങി ഒരു 7 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു എക്സ്പീരിയൻസും കയ്യിലുണ്ട്. ഞാൻ ജ്വല്ലറി ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ടെക്നിക്സും ഒരുപാട് സ്റ്റിച്ചസും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ലൈക്ക് ക്രോഷേ ചെയ്യാറുണ്ട്, നെറ്റിങ് ചെയ്യാറുണ്ട്, ലൂം ചെയ്യാറുണ്ട്. പക്ഷേ ഡിസ്പ്ലേന് എല്ലാ ടൈപ്പ് സ്റ്റിച്ചിങ്സും ഞാൻ വെച്ചിട്ടില്ല. എൻ്റെ കയ്യിലിപ്പോൾ എല്ലാം സെല്ലായിപ്പോയി. അപ്പോൾ കുറേ ഡിസൈൻസ് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്താം, എന്തൊക്കെയാണ് സംഭവം എന്ന് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ പലതും വെസ്റ്റേൺ ടൈപ്പ് സ്റ്റിച്ചിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ നമ്മൾ കൊണ്ടുവരുമ്പം നമ്മളെ ഇന്ത്യൻസിൻ്റെ ഒരു ടേസ്റ്റ് അതിനകത്ത് ഉണ്ടാവണം, ഒരു ട്രഡീഷണൽ ടച്ച് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ക്രോഷേ ടൈപ്പിൽ ഞാൻ ജുംകാസ് ഇറക്കി. പക്ഷെ അതൊക്കെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ആദ്യം ബൾക്കായിട്ട് ചെയ്യാറില്ല. ഞാൻ ഒറ്റ പീസ് അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ ചെയ്തു വന്നതിന് ശേഷം റിസൾട്ട് അറിഞ്ഞിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത ഒരു സാധനമായി ഈ ജുംക്ക, ബീഡഡ് ജുംക്ക. പക്ഷേ ഇത് ഇത്ര ആൾക്കാർ ഉൾക്കൊള്ളും, എല്ലാവരും ഒരു സപ്പോർട്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പം ഇത് തന്നെ ഒരുപാട് ഞാൻ ചെയ്തു. അതിൻ്റെ ഒരുപാട് ഡിസൈൻസും ഒരുപാട് കളേഴ്സും ഒരുപാട് പാറ്റേൺസും ഞാൻ ജുംക്കയിൽ ചെയ്തു തുടങ്ങി. അപ്പോൾ ആദ്യം വലിയ സൈസാണ് ചെയ്തത്. ഈ ഒരു വലിയ സൈസാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ചെറിയ സൈസ് കിട്ടുമോ എന്ന് പറഞ്ഞ് പലരും ചോദിച്ചത് കാരണം ഞാൻ അതിൻ്റെ ചെറിയ സൈസിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സൈസാണ്. ഇതിപ്പോൾ നോർമലി കുഞ്ഞു കുട്ടികൾക്കും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുപോലെ പല ടൈപ്പ് ഇപ്പോൾ ക്രോഷയിൽ തന്നെയാണ് പല ഡിസൈൻസിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്രോഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു പാറ്റേണും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ക്രോഷേ എന്നാകുമ്പോൾ ഒരു വെറൈറ്റി പീസാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മളെ ഇന്ത്യയിൽ അങ്ങനെ കിട്ടാറില്ല. ചെയ്യുന്നവരുണ്ട്, പക്ഷെ കുറച്ച് കുറവാണ് ചെയ്യുന്നത്. മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇതിന് വർക്ക് ലോഡ് കൂടുതലാണ്. അപ്പോൾ ഒരു പീസ് ചെയ്ത് തീർക്കണമെങ്കിൽ തന്നെ എങ്ങനെയും ഏകദേശം ഒരു 24 hours അങ്ങനെ മേളിലാവും. നമുക്ക് ഒറ്റ സിറ്റിങ്ങിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു 3 to 4 days എടുക്കും ഒരു പീസ് മാത്രം ചെയ്ത് കിട്ടാൻ വേണ്ടി. അതാ ക്രോഷയുടെ ഒരു പ്രത്യേകത. അതിന് ശേഷം ഇതിപ്പോൾ നെറ്റഡ്, ഇതൊരു ആംലെറ്റ് ബാഗ്, ഒരു നെക്ലസ് ബാഗ് പോലത്തെയാണ്, സ്റ്റോറേജ് ബാഗാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ചെറിയ കുഞ്ഞു എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഇട്ട് വെച്ചിട്ട്, നമുക്കിപ്പോൾ ചെറിയ കോയിനൊക്കെ ആണെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് ഇട്ട് വെച്ചിട്ട് പോകാം. ഇപ്പോൾ ചെറിയൊരു പൗച്ച് പോലത്തെ ഒരു നെക്ലസ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പോലും ഒരു ടൈപ്പാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇതിനകത്ത് എന്തെങ്കിലും വെക്കാം, ഇതിങ്ങനെ ക്ലോസ് ചെയ്യാം. അങ്ങനെ ചെറിയൊരു സ്റ്റോറേജ്, അങ്ങനെ ചെറിയൊരു ഐഡിയ തോന്നിയിട്ട് ചെയ്തതാണ്. ഇത് നെറ്റഡ് പാറ്റേണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഒരു ചെറിയൊരു ബെൽറ്റാണ്. ഇതും ഒരു നെറ്റഡ് ടൈപ്പാണ് ബെൽറ്റ്. ഇതും പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബീഡ്സൊക്കെ ബ്രാൻഡഡ് ബീഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ
ഇപ്പോൾ പ്രൈസ് റേഞ്ച് ആണെങ്കിൽ പല രീതിയിലുണ്ടാവും. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മോസ്റ്റ്ലി പ്രിസിയോസിയ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡഡ് ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിലർക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി വേണം എന്നുണ്ടെങ്കിൽ മ്യൂക്കി എന്ന് പറഞ്ഞ വേറൊരു ബീഡ്സിലോട്ടും ചെയ്യാറുണ്ട്. അത് ആവശ്യക്കാരുടെ ഇത് അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ പിന്നെ ക്രോഷയിൽ തന്നെ ഞാനിങ്ങനെ ബാംഗിൾസും ചെയ്യാറുണ്ട്. ഈ ബാംഗിൾസും നല്ലൊരു ഹൈലൈറ്റഡ് പ്രോഡക്റ്റാണ്. ഒരുപാട് ഡിസൈൻസിൽ നമുക്ക് ഇപ്പോൾ സാരി കളേഴ്സിലാണെങ്കിൽ പോലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് റെയിൻബോ കളറാണ്, എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചായി പോകുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ജുംക്കയിൽ തന്നെ ക്രോഷേ അല്ലാണ്ട് ഞാൻ ക്രിസ്റ്റലിലും ജുംക്ക ചെയ്യാറുണ്ട്. അതും നല്ലൊരു പ്രോഡക്റ്റാണ്, നല്ലൊരു തിളക്കവും ഒരു ഗ്രാൻഡ് ലുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ പക്ഷേ ഇതൊക്കെ ഒരു കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സാണ്. കസ്റ്റമൈസ്ഡ് ഓർഡർ ഞാനിപ്പോൾ തുടങ്ങുന്നത് ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഐഡിയാസ് ഉണ്ടാവില്ല. ചിലപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ എനിക്ക് ഇന്ന പ്രോഡക്റ്റിൽ ഈ വലിപ്പത്തിൽ എനിക്ക് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ചിലർ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്ന ഒരു ഓർഡർ ആയിരുന്നു ഈ ഒരു ക്രിസ്റ്റൽ ജുംക്ക. പക്ഷേ ഇത് അന്ന് ചെയ്തപ്പോൾ കസ്റ്റമറിന് വലിയൊരു സൈസായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം ഞാനത് വലിയ സൈസിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറ്റിയ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് കൂടിപ്പോയിട്ട് പക്ഷേ ആ ജുംക്ക പലരും എന്നോട് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു ഫോൾട്ട് വന്നതെന്ന് വെച്ചാൽ വെയിറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, പക്ഷേ എനിക്കിതിൽ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് വെയിറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാലും അവർക്ക് അതിൻ്റെ സൈസ് ചെറുതാക്കി തരാൻ പറ്റുമോ എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആവശ്യപ്രകാരം ഞാനത് ചെറിയ സൈസിൽ ചെയ്തു. പക്ഷെ ഇതിപ്പോൾ വെയിറ്റ് കുറഞ്ഞ ടൈപ്പ് ജുംക്കയാണ്. അതേ സംഭവം തന്നെയാണ്, പക്ഷേ ഞാനിത് വെയിറ്റ് കുറച്ച് ഞാനിത് ചെയ്ത ഒരു ടൈപ്പ് ജുംക്കയാണ്. പിന്നെ പ്രിസിയോസ ബീഡ്സ് പോലെ വേറൊരു ടൈപ്പ് ബീഡ്സാണ് ഡെലിക്ക ബീഡ്സ്. ഡെലിക്ക എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ടൈപ്പാണ്, കുറച്ച് സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ബീഡ്സാണ്. ആ ബീഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ പാറ്റേൺസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഷേപ്സ്, എന്ത് ഷേപ്പ് വേണമെങ്കിൽ നമുക്കിതിൽ ചെയ്തെടുക്കാം, നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ആ ഡെലിക്ക ബീഡ്സിൽ ചെയ്ത ഒരു ലീഫാണിത്. അതിൻ്റെ ഒരു സ്വാൻ ടൈപ്പായത്. എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടാവും. അതിനകത്ത് നിറച്ച് ഡിസൈൻസ്, നമുക്ക് ഇതിനകത്ത് എന്ത് ഡിസൈൻസ് വേണേലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ തന്നെ ഒരു കമ്മലാണ്, ഇതതിൻ്റെ ഒരു കമ്മൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്രോഷയുടെ ബാഗാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്രോഷേ ബാഗ്. അപ്പോൾ ഇതിൻ്റെ ബീഡ്സ് ടച്ചിങ് വേണമെന്നുണ്ട്. ചെറിയൊരു ഫ്ലവറൊക്കെ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനൊരു ചെറിയൊരു ക്രോഷേ ബാഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇതുപോലെ ചെയ്തു തരാം. പലർക്കും ഉള്ള മേജർ സംശയമാണ് ബീഡ്സിൻ്റെ കളറ് പോകുമോ എന്നുള്ള സംശയം എല്ലാവർക്കും വരാറുണ്ട്. അപ്പോൾ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രിസിയോസിയ ബീഡ്സാണ്. പ്രിസിയോസിയ ബീഡ്സ് എന്നാകുമ്പോൾ മെയിൻലി ഗ്ലാസ് ബീഡ്സ് കട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കളറ് ഇൻഫ്യൂസ്ഡ് ആണ്, പെർമനൻറ്റ് കളറാണ്, കളറ് പോവില്ല. പിന്നെ അടുത്തൊരു പാർട്ട് വരുമ്പോൾ മെറ്റാലിക് പാർട്ടിലുള്ള കളർ പോകുമോ എന്നുള്ള സംശയം വരാറുണ്ട്. അപ്പോൾ ഞാനിതിൽ മെയിനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. ഈ ചെയിനായാലും ഈ കമ്മലിൻ്റെ ഇതുപോലത്തെ ഹൂക്സ് ആയാലും ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽസാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റസ്റ്റ് ആവില്ല, കളർ ഫേഡ് ആവില്ല. നമുക്ക് ലോങ് ടേം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ പിന്നെ ഏതൊരു ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഈ ജുംക്കയുടെ ഈ സ്റ്റഡിനൊക്കെ എനിക്ക് ഗ്യാരണ്ടി അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഉണ്ടാവും ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു മെറ്റീരിയൽ യൂസ് ചെയ്താലും ഗോൾഡിൻ്റെ അത്ര ഒരു ലാസ്റ്റിംഗ് നമുക്ക് എല്ലാ മെറ്റീരിയലിലും കിട്ടണമെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്തൊരു മെറ്റീരിയൽ മേടിച്ചാലും നമ്മൾ വേറെ ഏതിന് ശേഷം എടുക്കുമ്പോൾ അങ്ങനെ എടുത്ത് വയ്ക്കാൻ പാടില്ല. നമ്മളൊരു കോട്ടൺ ക്ലോത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല നീറ്റായിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കത് ഒരു പ്രശ്നം കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ മേടിക്കുന്ന കസ്റ്റമർ സൈഡിൽ നിന്ന് അവർ നോക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യമാണ്.
അല്ലാണ്ട് ക്വാളിറ്റിയിലെ കാര്യത്തിൽ നമുക്ക് അഷ്വർ ചെയ്യാം, ലോങ് ടേം ആയിട്ട് നമുക്ക് ഇത് യൂസ് ആവും. ഇപ്പോൾ പലർക്കും വരുന്ന സംശയം എന്ന് പറഞ്ഞാൽ ത്രെഡിൻ്റെ കാര്യത്തിൽ സംശയം വരാറുണ്ട്. എന്നു വെച്ചാൽ ബീഡ്സിൻ്റെ ഉപയോഗിക്കുന്ന ത്രെഡ് പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു സംശയം വരാറുണ്ട്. ഞാനിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഈ ഫയർ ലൈൻ എന്നൊരു ത്രെഡ് മോസ്റ്റ്ലി ഞാനൊരു 90% പ്രോഡക്റ്റിന് ഞാൻ ഈ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നൈമോ എന്ന് പറഞ്ഞൊരു ത്രെഡ് യൂസ് ചെയ്യും. അത് ഈ ഫ്രിഞ്ച്, ഈ താഴെ പറഞ്ഞ ഈ ഫ്രിഞ്ചിന് അങ്ങനത്തെ സാധനത്തിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ബാക്കി എല്ലാ ഇതിനും ഞാൻ ഈ ഫയർ ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഫയർ ലൈൻ യൂസ് ചെയ്യുമ്പോൾ ഇത് ലോങ് ലാസ്റ്റിങ്ങാണ്, ഇങ്ങനെ സ്ട്രെച്ച് ആവില്ല, പൊട്ടിപ്പോവില്ല. അത് കട്ട് ചെയ്യണമെങ്കിൽ തന്നെ സ്പെഷ്യൽ നമ്മൾ ബർണറൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരുക്കിയിട്ടാണ് കട്ട് ചെയ്യുന്ന എടുക്കുന്നത്. അല്ലാണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ ഇയറിംഗ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് 200 to 850 റേഞ്ച് വരെ ഇയറിങ്ങിന് വരാറുണ്ട്. നെക്ലസിൻ്റെ സെറ്റ് ആണെങ്കിൽ ഒരു 1000 to 2500 ആ ഒരു പ്രൈസ് റേഞ്ച് വരാറുണ്ട്. മെയിൻലി പലരും ചോദിക്കുന്നത് എന്തിനാണ് ഇതിന് ഇത്രയും പ്രൈസ് റേഞ്ച് വരുന്നതെന്നൊക്കെ പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്യുന്ന ബീഡ്സൊക്കെ ബ്രാൻഡഡ് ബീഡ്സാണ്. അപ്പോൾ അതിന് റേറ്റ് കൂടുതലാണ്. അതുപോലെ ഈ യൂസ് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫയർ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ത്രെഡ് പോലും നമുക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് നല്ല റേറ്റ് ഉണ്ട്. അതുമല്ല ഒരു പീസ് ഇതിപ്പോൾ പ്രോഡക്റ്റ് പ്രൈസ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചെയ്ത് തീർക്കാനായിട്ടുള്ള ടൈമിങ്ങും ഒരു പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്യാൻ തന്നെ ഒരു 1 വീക്കൊക്കെ നമുക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ആയിട്ടാണ് പ്രൈസൊക്കെ വരാറ്. പിന്നെന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയത് കാരണം മാസ് പ്രൊഡ്യൂസ്ഡ് അല്ല. അപ്പോൾ നമുക്ക് യുണിക്കായിട്ട് നമ്മളിപ്പോൾ വെയർ ചെയ്യുമ്പോൾ തന്നെ വേറൊരാൾ കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോവും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്സ് ആണെന്ന് പറഞ്ഞാൽ ഒരു യുണിക് ടൈപ്പാണ്, യുണിക് ടച്ചുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിപ്പോൾ മേടിക്കണമെന്ന് താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഏതർ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ സെല് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും സെല് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ കസ്റ്റമൈസേഷൻ രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിലും കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന എന്തെങ്കിലും ഒരു ഡിസൈൻസ് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ അതായാലും ഏത് രീതിയിലായാലും ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ത്യക്കകത്ത് മെയിൻലി ചെയ്യാറുണ്ട്, ഇന്ത്യക്ക് പുറത്തും ഞാൻ അയച്ചു വിടാറുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.